ഇതുവരെ ഇപ്പൊ കാട്ടിക്കൂട്ടി കളിക്കുന്നത് ആചാര ലംഘനം, അല്ലാണ്ട് ഈ രണ്ട് സ്ത്രീകൾ കയറിയതല്ല. ഈ രണ്ട് സ്ത്രീകൾ കയറിയതല്ല എന്ന് പറയുന്ന അങ്ങയുടെ വാദത്തിനോട് ഭക്തി കൊണ്ട് കയറിയതാണെങ്കിലും ഒക്കെ അത് ഈ പറഞ്ഞ എല്ലാവരുടെ ഭക്തി ഉണ്ടായിട്ടാണോ പോകുന്നത്? മന്ത്രിമാര് കയറി പോകുന്ന ഭക്തിയില്ല. അതെങ്ങനെ അളക്കാൻ വിഷയമില്ലല്ലോ. സ്ത്രീ കയറിയത് പിന്നെ പരിഹരിക്കപ്പെടും. ഇതങ്ങനെ അപ്പൊ പുണ്യാഹം ചെയ്തു, സ്ത്രീ കഴിയുമ്പോൾ പുണ്യാഹം ചെയ്തു, തന്ത്രിമാര് പുറത്തേക്ക് സമരം ചെയ്തു. ഇതുവരെ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ട് നമുക്കാർക്കും അറിയാം. ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കയറിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. അത്ര ആളുകൾ ഒരേപോലെ ഒരുമിച്ച് വിളിക്കുന്ന ഒരേ ഒരു സ്വരമാണ് സ്വാമിയേ ശരണമയ്യപ്പ. ആ പാട്ട് പാടിയ പോലെ. തമിഴ്നാടും കേരളവും ഒക്കെ പരുത്തി വ്യാപാരം നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ശബരിമല. വലിയ വണിക കേന്ദ്രമായിരുന്നു. അപ്പം കണക്ട് ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായത് കണക്ട് ആവുന്നുണ്ട്. ഈ കഥകൾക്കൊക്കെ ഒരുപാട് അല്ല, അതാ പറഞ്ഞ ആ കഥകൾക്കൊക്കെ ഒരു ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ള കഥകൾക്ക് ഒരു ചർച്ച ഉണ്ടാവില്ല. ആ ചർച്ചയില്ലാത്ത കഥകളാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ആ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് ശബരിമല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരണം. ദൈവം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല പ്രവർത്തിക്കുക, അത് വിഷയങ്ങളെ കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുക. ആ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടുത്ത ആചാരങ്ങളും ക്രമങ്ങളും തെറ്റാണെന്നും ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ഇത്രയും കാലം കിട്ടിയ പേക്കൂത്തൊക്കെ വെറുതെയാണെന്നും ആചാര സംരക്ഷണം ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ ഇപ്പൊ കാട്ടിക്കൂട്ടി കളിക്കുന്നത് ആചാര ലംഘനം, അല്ലാണ്ട് ഈ രണ്ട് സ്ത്രീകൾ കയറിയതല്ല. ആചാര ലംഘനം യഥാർത്ഥ ആചാരങ്ങളിലേക്ക് മടങ്ങാതെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത സംവിധാനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐസും കട്ടയിലും ഈ രണ്ട് സ്ത്രീകൾ കയറിയതല്ല എന്ന് പറയുന്ന അങ്ങയുടെ വാദത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഭക്തി കൊണ്ട് കയറിയതാണെങ്കിലും ഒക്കെ അത് നമ്മൾ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞ ഭക്തി ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഈ പറഞ്ഞ എല്ലാവരുടെ ഭക്തി ഉണ്ടായിട്ടാണോ പോകുന്നത്? മന്ത്രിമാര് കയറി പോകുന്ന ഭക്തിയിലാണോ? അല്ലല്ലോ. അപ്പൊ ഇവര് മാത്രമൊന്നല്ലോ. ഇനി ഭക്തി ഉണ്ട് എന്ന് കരുതുന്ന ആരെങ്കിലും കയറുന്നവർക്ക് ഭക്തി ഉണ്ടെന്ന് ഉറപ്പ്. കാട്ടിക്കൂട്ടാൻ വേണ്ടി ആരും കയറുന്നില്ലല്ലോ. അതെങ്ങനെ അളക്കാൻ വിഷയമില്ലല്ലോ. അതൊക്കെ വെറുതെ പറയാ. നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. പൊളിറ്റിക്കൽ ഇവര് തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഭക്തി ഇല്ല, തുറന്നു പറഞ്ഞു. കനകദുർഗ ബിന്ദുമണി പറഞ്ഞു ഞങ്ങൾക്ക് ഭക്തി ഇല്ല. കനകദുർഗ ബിന്ദുമണി മാത്രമല്ലല്ലോ, അതിനു മുമ്പ് പോയ രഹ്ന ഫാത്തിമ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊന്നും മല കയറിയില്ലല്ലോ, പകുതി വഴിക്ക് എത്തിയിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോടതി വിധി ഉണ്ടാകുന്നു, അതിന്മേൽ സർക്കാർ നവോത്ഥാനം കളിക്കുന്നു. അവരൊക്കെ പേരെടുക്കാൻ വേണ്ടി പോയതാ. അതിന് ഞാൻ അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ കുറച്ച് അതാണ് ആചാര ലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനം അതല്ല. ആചാര ലംഘനം ഇപ്പൊ കടന്ന സ്വർണ്ണക്കടത്ത് വരെ, സ്വർണ്ണം കക്കലടക്കം അതാണ് യഥാർത്ഥ ആചാര ലംഘനം. സ്ത്രീ കയറിയത് പിന്നെ പരിഹരിക്കപ്പെടും. ഇതങ്ങനെ അപ്പൊ പുണ്യാഹം ചെയ്തു, സ്ത്രീ കയറിയപ്പോൾ പുണ്യാഹം ചെയ്തു, തന്ത്രിമാര് പുറത്തേക്ക് സമരം ചെയ്തു. ഇതുവരെ ഒരു ചടങ്ങ് അവിടെ നടന്നിട്ട് നമുക്കാർക്കും അറിയില്ല. അപ്പൊ പിന്നെ ഇവരുടെ ആചാര സംരക്ഷണം എന്താ? അവിടെയാണ് ദളിത് ആക്ടിവിസ്റ്റുകൾ പോലും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിന്ദുമണിയാണോ പ്രശ്നം ചോദിക്കണതേ. കാരണം വായെടുത്ത് പറഞ്ഞ ബിന്ദുമണിയുടെ പേരും പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അവർ ചോദിക്കുകയാണ്. അതല്ല, ആചാര ലംഘനം പ്രശ്നമാണ്. എന്തുകൊണ്ട് റോട്ടിൽ ഇപ്പോൾ ആചാര സംരക്ഷണത്തിന് ആരും ഇറങ്ങുന്നില്ല? ഉള്ളിൽ നിന്നല്ലല്ലോ, പുറത്തുനിന്നാണല്ലോ സ്വർണം കൊണ്ടുപോയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സഹകരണം ഇല്ലാണ്ട് പറ്റില്ല. ഓൾറെഡി എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഹിന്ദു സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്ന വ്യക്തികൾ, രാധാകൃഷ്ണൻജി നേതാവാണ്, അദ്ദേഹം പോലും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടോ, തന്ത്രി ഒപ്പിട്ട പേപ്പർ ഉണ്ടെന്ന്. ഇത് ചെമ്പ് സ്വർണം പൂശിയതാണെന്ന ആ രേഖയിൽ തന്ത്രിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. രാജീവര് അവിടെ ഒരു സാധ്യത കിടപ്പുണ്ട്. അതായത് പത്മകുമാറിന്റെ ഒരു ബൈറ്റ് ഉണ്ട്, ദൈവതുല്യരായി കരുതുന്നവർ ചിലതിന് ചുക്കാൻ പിടിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. അതിങ്ങനെ നിൽക്കുകയാണ് രണ്ട് വഴിയിലേക്ക്. എന്തായാലും അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ തെളിവെടുപ്പിലും മൊഴിയെടുപ്പിലും ഒക്കെ അത് തെളിയട്ടെ. അതെ പറഞ്ഞ അപ്പൊ അവിടെ ആരെ എന്തേ എന്നുള്ളതല്ല, എന്തായാലും ഒന്നും ഉറപ്പാണ്, മേൽശാന്തിയും തന്ത്രിയും അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. അവർ കട്ടൂന്ന് നമ്മൾ പറഞ്ഞില്ല, അതൊന്നും നമ്മൾ പറഞ്ഞില്ല. അവരറിയാണ്ടത് കൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളും തന്ത്രശാസ്ത്രമാണ് ആളാണ്, ക്ഷേത്രതന്ത്രം അറിയുന്ന ആളാണ്. അവരറിയാണ്ട് അവർക്ക് പ്രത്യേകിച്ച് മേൽശാന്തി കൈ ഒഴിഞ്ഞാലും തന്ത്രിയുടെ അനുവാദം ഇല്ലാണ്ട് ഒരു കാര്യം നടത്താൻ പറ്റില്ല. തന്ത്രിക്ക് ഒരു ബോധ്യം വേണത്. അല്ല ദേവസ്വം ബോർഡ് പറഞ്ഞു പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണെങ്കിൽ അതാ പറഞ്ഞ ബിന്ദുമണി കയറിയ സമയത്ത് വിഷയം ഉണ്ടായപ്പോൾ തന്ത്രി എന്താ പറഞ്ഞത്? പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്നും അത് പുറത്തിറങ്ങി പറയണ്ടേ? ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളില്ലേ, അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച ഏതാളും വരില്ലേ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കൂലിപ്പണിക്കാരനല്ല. ദേവസ്വം ബോർഡിൽ നിന്ന് ₹1 ശമ്പളം വാങ്ങാത്ത മേഖലയാണ് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് ശാന്തിക്കാരൻ ശമ്പളം വാങ്ങുന്ന ആളാണ്. തന്ത്രി അങ്ങനെയല്ല. തന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടോ മറ്റെന്തെങ്കിലും മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പോരെ, വാക്ക് എഴുതിയിട്ടാൽ പോരെ, എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഹിന്ദു സമൂഹം മൊത്തത്തിലും ഇവിടുത്തെ മാനവ സ്നേഹം, ശബരിമല എന്ന് പറഞ്ഞാൽ കേവലം ഹിന്ദു എന്ന കാഴ്ചപ്പാട് വെക്കുന്നില്ല.
ഏതൊരു വ്യക്തിയും അയാൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കും. പക്ഷെ മിണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അറിയാണ്ട് പറ്റിയെന്നും പറയാൻ പറ്റില്ല. ഇത് ഒരിക്കലും അവരുടെ വിരോധമല്ല, അവരോടുള്ള വിരോധമല്ല നമ്മൾ പറയുന്നത്. അവിടെയാണ് ഇവരൊക്കെ പാടെ അറിഞ്ഞുകൊണ്ടുള്ളതെന്ന്. ഇവരൊക്കെ കരുതിയൊരു കാര്യമുണ്ട് രോഹിജി. ഇവർ കരുതിയെന്ന് വെച്ചാൽ കുറേ കാലം പോയിച്ചപ്പോൾ തോന്നി ഇതിപ്പോൾ ഒരു വിഗ്രഹമല്ലേ, ഇത് മുണ്ടൊന്നുമില്ലല്ലോ, അപ്പം ശരി. പണ്ടേ ഒരു അറബിയുടെ കാര്യം പറഞ്ഞാൽ അറബി ഞാൻ 100 കൊടുത്തു എന്നൊരു കഥ ഉണ്ട്. 100 ഉറുപ്പ് എടുക്കുമ്പോൾ അറബിക്ക് അറിയില്ല 100 കൊടുത്തു എന്ന് പറയുമ്പോൾ അറബിക്ക് അറിയില്ല എത്ര. അറബി ഞാൻ 100 കൊടുത്തു അറിയത്രേ ഈ മലയാളി പോയിട്ട്. അപ്പം അറബിയുടെ വിചാരം ഇതെന്തോ വേറെ ഭാഷയിൽ സലാം പറയും. അപ്പം അറബി കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ 100 റിയാൽ എടുക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇപ്പം പൈസ എടുക്കണതായി പറഞ്ഞു. ഇത് പറഞ്ഞ പോലെ തന്നെ ഇവരെന്ത് ചെയ്തു, ഇതുപോലെ തന്നെ അയ്യപ്പാ ഞങ്ങളേ ഇവർക്ക് അറിയാം ഇയാൾ പ്രതികരിക്കില്ല, അങ്ങനെ കരുതി ഇവർ. ഇവിടെയാണ് ദൈവിക ശക്തി. മമ്മൂട്ടി മറ്റേ നരസിംഹ സിനിമയിൽ പറഞ്ഞ പോലെ ഏതിനൊരു സമയമുണ്ട് സൂര്യനെ കറുത്ത പറയ്ക്ക് പുറത്തു വരുന്ന പറഞ്ഞ പോലെ ഇപ്പൊ ഇവര് മനസ്സിലാക്കി. ഈ പറഞ്ഞ എന്താ പത്മകുമാറാ, അവരൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും കാര്യമില്ല. ഈ പുള്ളിന്റെ ഉള്ളിൽ പറയണ്ടാവും, പറയണ പോലെ കേട്ടാ ഒക്കെ ഉള്ളതാ. അമ്മയുടെ കൊച്ചുമകൻ അല്ല, അതാണ് ഇക്ക വെറുതെ പറഞ്ഞൊന്നല്ല, ദൈവം ശരിക്കും ഉണ്ടിട്ടാ. ഇനി ചിലപ്പോൾ അവസരം കിട്ടി എങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ബോധ്യ ഒരു മനുഷ്യനറിയാണ്ട് ഒരു ടീം വർക്കാണത്. അല്ലെങ്കിൽ കട്ടവന് തന്നെ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ തോന്നുന്നു. ഞാൻ അവിടെ ചിന്തിക്കുന്നത് അവൻ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നു, പീഡം കാണാനില്ല. അതന്നെ അവര് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് ഉറപ്പായിരുന്നു ഇത് വിഗ്രഹങ്ങളാണ്, ചലിക്കില്ല, ഇത് മിണ്ടില്ല, ആരും അറിയില്ല, നമ്മൾ ഇവിടെയുള്ള ഓഫീസർമാർ മാത്രമല്ലേ ഉള്ളൂ, ഇത് പൊളിക്കും കരുതി. അത് പൊളിഞ്ഞു എന്നുള്ളിടത്താണ് ദൈവം എന്ന് പറയുന്ന സത്യത്തിന്റെ പ്രസക്തി. ഇപ്പൊ ശബരിമല നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞു, ശബരിമല ദൈവജയന്തിയെ കുറിച്ച് പറഞ്ഞു. ആ ചൈതന്യം എന്താണ്? അവിടെയാണ് ജീവസമാധി. പുറത്തുള്ള ആള് മരിച്ചിട്ട് കുടിച്ചിരുന്നതല്ല, ആ വ്യവസ്ഥ വേറെയാണ്. ഇതിൽ എത്ര വിഗ്രഹം കെട്ടിയവർ, എത്ര കലശാടി നെയ്യ അഭിഷേകം നടത്തിയിട്ടും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേവല വിഗ്രഹമാണ്. അതിൻ്റെ അപ്പുറം ഒരു ചൈതന്യം അവിടെ ഉണ്ട്. അതിനവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ ആളുകളോട് സ്വാമിയെ എന്ന് വിളിക്കുമ്പോഴുള്ള നിഷ്കളങ്ക ഭക്തി എന്ന് നീട്ടി വിളിയാ. ആ ശബ്ദം ബ്രഹ്മാണ്. ആ നീട്ടി വിളിക്കുന്ന ശരണമന്ത്രങ്ങളുടെ ശക്തി എത്രയുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇതിൽ പിടിക്കപ്പെട്ടവരും ഇനി പിടിക്കാനിരിക്കുന്നവരും അറിയാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ് ദൈവിക ശക്തി. ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നതും ശബ്ദം തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ ഈശ്വരനെ വിളിക്കുന്ന ഓരോ നാമങ്ങളും ഉച്ചത്തിൽ നീട്ടി വിളിക്കുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരാളുടെ എനർജി അല്ല. ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കയറിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. അത്ര ആളുകൾ ഒരേപോലെ ഒരുമിച്ച് വിളിക്കുന്ന ഒരേ ഒരു സ്വരമാണ് സ്വാമിയേ ശരണമയ്യപ്പ. ആ പാട്ട് പാടിയ പോലെ ഒരു ജാതി ഒരു മതം പാട്ട് പാടില്ല, അത് പറഞ്ഞ പോലെ ഒരേ മനസ്സിൽ ഒരേ മന്ത്രാണ്. അതിന്റെ പവർ എത്ര വലുതാണെന്നറിയോ? ആ പവറാണ് ഇവരെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇത് ദൈവത്തിന്റെ ശക്തി, ദൈവം എന്തെന്നില്ല ഇനി ഇല്ല എന്ന് പറഞ്ഞാലും ഒരു ബോധ്യം ഉണ്ടാവും. ഒന്ന് ചെറുതായിട്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തോടോ ഉണ്ട്. എന്നാലും മറ്റേ ശങ്കരാടി പറയല്ലോ ശ്രീനിവാസനോട്, ആ അമ്പലത്തിലൊക്കെ പോയി തല്ലിൽ മുണ്ടിട്ട് പോയാലോനെ ദൈവമൊക്കെ ഉണ്ട്, ഇനി വേണമെങ്കിൽ മുണ്ടിട്ടിട്ട് പോയി തൊഴുതോ. ഇത് വരുന്നു ഈ പറയലോ തുടങ്ങി. രാഷ്ട്രീയ പാർട്ടികളല്ല പറയുന്നത്, ചിന്താഗതിയാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ വിദ്വേഷം? വിദ്വേഷം അതെന്താ വെച്ചാൽ ഷഡ്കർമ്മങ്ങളിലെ ഓരോ കർമ്മങ്ങൾ ഇവിടെയാണ്. ശാന്തി കർമ്മം, വശ്യകർമ്മം, ഇതിലൊന്നാണ് വിദ്വേഷണം. വിദ്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 വ്യക്തികൾ നല്ല സ്നേഹത്തിൽ കഴിയാണ്, അത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരെ പിരിക്കാൻ വേണ്ടിയിട്ട് വിദ്വേഷണം ചെയ്യും. സ്വാഭാവികമായിട്ടും 2 പേരെ പിരിക്കേണ്ടതുണ്ടോ ഇല്ലേ? 2 പേരെ സ്നേഹിക്കുന്നത് നമുക്ക് എന്താ കുഴപ്പം? പക്ഷെ മറിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു, എന്നാൽ 2 ചങ്ങാതിമാർ ഒരുമിച്ച് അങ്ങേ എല്ലായിടത്തും ഉപദ്രവിക്കുകയാണ്. ഇവർ 2 ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. അങ്ങേക്ക് ഒരു രീതിയിൽ അവരോട് ചെറുക്കാനും പറ്റുന്നില്ല. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ അവർ എന്താ പറയുക നല്ല സ്ട്രോങ് ആയ ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അവരെ പിരിക്കാൻ അങ്ങേക്കൊരു മാർഗ്ഗമില്ല, ചെന്നിട്ട് പിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആപത്ത് വരുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രയോഗിക്കുന്ന പൂജാ പദ്ധതിയാണ് വിദ്വേഷം. അതിന് ഉപാധികൾ പലതാണ്. അതിൽ ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കയ്പിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ. ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ പറ്റും. അല്ല, ഏതൊരു ബന്ധം വിള്ളലുണ്ടാക്കാം. പക്ഷേ എൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ നന്മയാണ് നമ്മൾ പറഞ്ഞത്. ഒരു സാധാരണ ഒരു സാധു മനുഷ്യൻ അയാൾ 2 വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഉപദ്രവിക്കുകയാണ്, 2 കുടുംബക്കാർ ചേർന്നിട്ട്. ഇതിട്ട് ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഉപദ്രവം ഉണ്ടാവുന്നത്. അപ്പൊ പിരിച്ചു കഴിഞ്ഞാൽ ഇവര് തമ്മിലായിക്കോളും. പിന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി? മറ്റവനെ കണ്ടു. അപ്പൊ പിന്നെ ഇവര് തമ്മിൽ ഭയങ്കര ക്ലാഷ് ആവും. ഇവന് സുഖമായിട്ട് ഒതുങ്ങിയിരിക്കാം. അപ്പൊ അങ്ങനെ ഗതികേട് കൊണ്ട്
ചെയ്യാനുള്ളതാണ്, സാധുക്കൾക്ക് രക്ഷപ്പെടാനുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഏത് പ്രൊഫഷണലായാലും ഒരു അങ്ങനെ മാത്രമായിരിക്കില്ലല്ലോ. അപ്പോഴാണ് രണ്ട് വ്യക്തികൾ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ നിൽക്കണു, അമ്മായിയമ്മയ്ക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ചെക്കൻ്റെ അമ്മയ്ക്ക് തോന്നുകയാണ് ഇവർ വലിയ സ്നേഹമുണ്ട്, എന്നോടൊട്ടും മുണ്ടണില്ല അറിയണില്ല, എന്ത് ചെയ്യും, മകളെയും അല്ലെ മരുവളെയും മകനെയും തെറ്റിക്കാൻ വേണ്ടി ചെയ്യും ചിലപ്പോൾ. അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഈ കൂട്ടു ബിസിനസ്, ഷെയർ ബിസിനസ്, ഇതിലുള്ള വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ 2-3 ആളുണ്ടാകുമ്പോൾ 3 ആളിൽ 2 ആൾക്കാരുള്ള ക്ലോസ്, 3-ാമത്തോട് വലിയതില്ലെങ്കിൽ മറ്റോ 2 ആളെന്ന് ഉടക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഉണ്ടാവശ്യം അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഏത് വിഷയത്തിലും എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ടാർഗറ്റാണ് വേണത്. ടാർഗറ്റ് വേറെ ഒന്നുമില്ല, 2 ആളെ പിരിക്കുക. നന്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഒട്ടും ശരിയില്ലാത്തതുകൊണ്ട് പിരിക്കുക. കർമ്മഫലം ഏക്കില്ലേ? കർമ്മഫലം നമ്മൾ എപ്പോഴും പറയാറില്ലേ, ആരെന്ത് ചെയ്താലും നമ്മുടെ കർമ്മമല്ലേ ചെയ്യണത്. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടില്ലേ, സ്വന്തം കർമ്മം ചെയ്തോളാൻ പാപമില്ലടാ അർജുന എന്നല്ലേ പറഞ്ഞത്. സ്വന്തം കർമ്മം ചെയ്യുക. ഇറച്ചി വെട്ടുകാരനെ ഇറച്ചി വെട്ടിയേ പറ്റുള്ളൂ. അവൻ്റെ പണി കോഴി വെട്ടും ഇറച്ചി വെട്ടുക. ആ പണി അവൻ തിരഞ്ഞെടുക്കുന്നതല്ലേ? ആയിക്കോട്ടെ, വേറെന്ത് പണി അവന് ചെയ്യാൻ പറ്റും? അവനറിയുന്ന പണി റബ്ബർ വെട്ടാലോ? അവനത് പറ്റില്ല. അവന് ഇതിനോട് താല്പര്യം, ഇതാ ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബർ വെട്ടുമ്പോൾ എന്തിനും ഭക്ഷണം കിട്ടിക്കോളൂ. വ്യാധനെ കുറിച്ചിട്ട്, ഇറച്ചി വെട്ടുകാരനെ കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞില്ലേ, അത് പണിയാണെന്ന വ്യാധൻ പറഞ്ഞത്. ഇതിൻ്റെ പണിയാണ്. എന്തിനാ ആളുകൾക്ക് ഭക്ഷണമല്ലേ, റബ്ബർ വെട്ടിക്കൊണ്ട് ഭക്ഷണം കിട്ടുമോ? എനിക്കറിയില്ല, റബ്ബർ പാല് പിടിക്കാൻ പറ്റുമോ അറിയില്ല. റബ്ബർ കൊണ്ട് ഭക്ഷണം കിട്ടില്ല. അന്ന കൊടുക്കുന്നേ, തിന്നാൻ ആളുണ്ടല്ലോ. എല്ലാവർക്കും കൊടുക്കാനുള്ള പച്ചക്കറി രാജ്യത്തുണ്ടോ നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് അപ്പോൾ തിന്നാൻ ആളുണ്ട്, അപ്പോൾ ഇറച്ചി വെട്ടണം. അപ്പോൾ അത് പാപമില്ല. അത് പറഞ്ഞാൽ ഈ കർമ്മത്തിൽ തന്നെ ഇങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഒരു തരത്തിലും ഈ കാലത്ത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ അവൻ ആശ്രയം ഇത്തരം കർമ്മങ്ങൾ. അതിൽ 2 വ്യക്തികൾ അല്ലെങ്കിൽ 2, 3, 4, 10, 100 വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നു എങ്കിൽ അത് കോഞ്ഞാട്ടയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൂജാ പദ്ധതിയാണ് വിദ്വേഷണം. അത് ഷഡ്കർമ്മങ്ങളുടെ ഭാഗമാണ്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. പലരും ഒന്നിച്ചു കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്ന ഞങ്ങളിപ്പോൾ എന്തായാലും ഒരു കാറല്ലേ, ഞങ്ങൾ കണ്ട കിരിയും പാമ്പ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഇത് വെച്ച് തകർക്കാൻ പറ്റും. ചെറിയൊരു പടക്കം പൊട്ടിക്കാനും വലിയൊരു പടക്കം പൊട്ടിക്കാനും അതിൻ്റെ മരുന്നിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ചെറിയ കാര്യം ചെയ്യുന്ന പോലെ ഏത് വലിയ കാര്യം ചെയ്യാം. പിളർക്കാം. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, നല്ല സ്ട്രോങ്ങിൽ പോണ പാർട്ടികളൊക്കെ MLA-മാർ അവിടെ പോയി ഇവിടെ പോയിട്ട് പിന്നെ ഭിന്നായിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ. വെറും ഒരു പൈസ കൊണ്ട് മാത്രമൊന്നല്ല, പല കാര്യങ്ങളും. ഈ കർണാടകത്തിൽ തന്നെ ചെറുനാരങ്ങ നിരോധിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിയമസഭയിൽ ചെറുനാരങ്ങ നിരോധിക്കേണ്ട ആവശ്യമുണ്ടോ?